വിശുദ്ധ റമളാൻ വിശ്വാസിയെ വ്യക്തിപരവും സാമൂഹ്യവുമായ പെരുമാറ്റ മര്യാദകളെ ശീലിപ്പിക്കുന്നു. തൗഹീദും ഇത്തിബാഉം അഥവാ ഏകദൈവ വിശ്വാസവും പ്രവാചകാനുസരണയും മുഖ്യഭാഗമായി സ്വീകരിക്കുന്നതോടൊപ്പം നബവി സ്വഭാവ ഗുണങ്ങൾ കൂടി ഈ സമൂഹം ആർജിക്കേണ്ടിയിരിക്കുന്നു. സാംസ്കാരിക ലോകത്ത് പട്ടിതൊട്ട കലം പോലെ ബഹിഷ്കരിക്കപ്പെട്ട 6-ാം നൂറ്റാണ്ടിലെ ജനത വിശുദ്ധ ഇസ്ലാമിക സ്വഭാവങ്ങളിലൂടെ എത്ര പെട്ടെന്നാണ് ലോകചരിത്രത്തിൽ ഇടം നേടിയത്. പെരുമാറ്റ മര്യാദയും സ്വഭാവശുദ്ധിയും വിശ്വാസപരമായ വളർച്ചയുടെയും തളർച്ചയുടെയും അടിസ്ഥാന കാരണമായി ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. സ്വഭാവത്തിന്റെ തെളിമയും വിശുദ്ധിയും വിശ്വാസത്തിന്റെ മാറ്റുകൂട്ടും പോലെ സ്വഭാവദൂഷ്യം വിശ്വാസത്തിന്റെ പ്രഭയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. ജനങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്തുന്ന വസ്തു ഏത് എന്ന് ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. അല്ലാഹുവിനോടുള്ള ഭയഭക്തിയും സൽ സ്വഭാവവുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി. ഇസ്ലാമിക പ്രബോധനത്തിനായി മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് യാത്രയാക്കുന്ന വേളയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു: ഏ മുആദ്, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. ജനങ്ങളുമായി ഏറ്റവും നല്ല സ്വഭാവത്തിൽ നീ പെരുമാറുക. മറ്റുള്ളവരുടെ സ്നേഹവും താൽപര്യവും ലഭിക്കുവാനും ഇതരരുടെ മനസ്സിന് സംതൃപ്തി പകരുവാനും സ്വഭാവശുദ്ധിയിലൂടെ സാധിക്കുന്നു. തികഞ്ഞ നിഷേധികളായിരുന്ന ഒരു വിഭാഗത്തെ അനുസരണയുടെ മൂർധന്യതയിലെത്തിച്ചത് മനം കവരുന്ന ഹൃദ്യമായ പ്രവാചക പെരുമാറ്റത്തിലൂടെയായിരുന്നുവെന്നതിന് ചരിത്രം സാക്ഷിയാണ്. നബിയെ, അങ്ങ് ക്രൂരമനസ്കനും പരുഷപ്രകൃതനുമായിരുന്നുവെങ്കിൽ അവരെല്ലാം അങ്ങയെ വിട്ട് എന്നേ അകന്നു പോകുമായിരുന്നു. അതുകൊണ്ട് അങ്ങ് അവർക്ക് മാപ്പ് കൊടുക്കുക. അവർക്ക് വേണ്ടി പാപമോചനം തേടുക. കാര്യങ്ങളിൽ അവരുമായി അങ്ങ് കൂടിയാലോചന നടത്തുക. അങ്ങനെ താങ്കൾ ഒരു തീരുമാനത്തിലെത്തിയാൽ ആ കാര്യം നടപ്പാക്കുന്നതിന് അല്ലാഹുവിനെ ഭരമേൽപ്പിക്കുക. നിശ്ചയം അല്ലാഹു അർപ്പണബോധമുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ജനങ്ങളുടെ ആകർഷണീയമായ സ്നേഹബന്ധങ്ങൾക്കും ജനങ്ങളുമായുള്ള സന്തോഷകരമായ സമീപനങ്ങൾക്കും ഹൃദ്യമായ പെരുമാറ്റങ്ങൾക്കും വ്യക്തി സാമൂഹ്യ ജീവിത വിശുദ്ധിക്കും ഇസ്ലാം നൽകുന്ന പ്രാധാന്യതയാണ് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമ്മോട് സഹകരിക്കുന്നവരുടെ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും പകർന്നു കൊടുക്കുവാൻ മറ്റെന്തിനേക്കാളും സ്വഭാവശുദ്ധിക്ക് സാധിക്കുന്നു. ഉപകാരങ്ങളിലും സേവനങ്ങളിലും വളരെയധികം ഉദാരത കാണിക്കുന്നവർ, തന്റെ സഹായഹസ്തങ്ങൾ സ്വീകരിക്കുന്നവരോട് പ്രൗഢിയോടെയും അഹങ്കാരത്തോടെയുമാണ് വർത്തിക്കുന്നതെങ്കിൽ അത്തരക്കാരേക്കാൾ നിരാലംബർക്ക് താൽപര്യവും സ്നേഹവും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും സ്നേഹവായ്പോടുകൂടി തന്റെ വിഷമത്തിലും പ്രയാസത്തിലും പങ്കുകൊണ്ട് ദുഃഖിതനാകുന്ന സാധാരണക്കാരോടായിരിക്കും. പിച്ചപാത്രവുമായി മുന്നിൽ നിൽക്കുന്ന യാചകന്റെ മുഖത്തേക്ക് ആക്ഷേപത്തിന്റെയും അപഹാസ്യതയുടെയും കൂരമ്പുകൾ തൊടുത്തുവിട്ടതിനു ശേഷം നൽകുന്ന വലിയൊരു സംഖ്യ അവന്റെ ഭൗതിക വിശപ്പിന് പരിഹാരമായേക്കാം. മനസ്സിനും ശരീരത്തിനും അത് സംതൃപ്തി പകരുമെന്ന് പറയാൻ വയ്യ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി: ഇന്നകും ലാ തസഊന അന്നാസ ബിഅംവാലികും വലാകിൻ യസഉഹും മിൻകും ബസ്തുൽ വജ്ഹി വഹുസ്നുൽ ഖുലുഖ്. നിങ്ങളുടെ സമ്പാദ്യവും വിഭവങ്ങളും മുഴുവൻ ജനങ്ങളുടെയും ആവശ്യ നിർവഹണത്തിന് പര്യാപ്തമല്ല. പക്ഷേ നിങ്ങളുടെ സൽസ്വഭാവവും മുഖപ്രസന്നതയും ജനങ്ങളുടെ മനസ്സ് നിറയ്ക്കുവാൻ മതിയാകും.